الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മെ പടച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മസ്ജിദുകളുടെ മഹത്വത്തെയും അവിടെ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചുമാണ് നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അള്ളാഹുവിന്റെ പ്രകാശം പ്രസരിക്കുന്ന ഗേഹമാണ്, കേന്ദ്രമാണ് മസ്ജിദ് എന്നും അത് ഇസ്ലാമിന്റെ സാമൂഹിക സാംസ്കാരിക കേന്ദ്രമാണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. പള്ളിയുമായി ബന്ധിതമായ ഒരു മനസ്സും ജീവിതവുമായിരിക്കണം നമ്മുടേത് എന്നും നമ്മൾ ഉൾക്കൊണ്ടു. പള്ളിയുമായി ഹൃദയബന്ധം സൂക്ഷിക്കുന്നവർക്ക് പരലോകത്ത് അള്ളാഹു പ്രത്യേകം അവരെ ആദരിക്കും എന്നും നമ്മൾ പറയുകയുണ്ടായി. പള്ളി നിർമ്മിക്കുന്നതും അതിൽ സഹകരിക്കുന്നതും നിലനിൽക്കുന്ന മഹത്തായ പുണ്യകർമ്മമായിട്ടാണ് ഇസ്ലാം മനസ്സിലാക്കി തന്നത് എന്നും ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പള്ളിയിലെത്തുന്നവർക്ക് സ്വർഗത്തിൽ അള്ളാഹു വിരുന്നൊരുക്കുമെന്നും മലക്കുകളുടെയും അള്ളാഹുവിന്റെയും ആശീർവാദവും ഉണ്ടാവുമെന്നും ഒക്കെ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് അല്ലാഹുമ്മ ജഅൽനി എന്ന പ്രാർത്ഥനയോടുകൂടി അള്ളാഹുവിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് എന്ന ഗൗരവബോധത്തോടു കൂടിയാണ് പള്ളിയിലേക്ക് വരേണ്ടത് എന്നും നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാ ഉതിയത്തി സ്വലാത്ത് എന്ന് തുടങ്ങി നിങ്ങൾ നമസ്കാരത്തിന് വരികയാണെങ്കിൽ ശാന്തതയോടുകൂടി വരിക. ഓടിത്തളർന്ന് കിതച്ച് ചാടിപ്പിടിച്ച് ചെരുപ്പ് ഊരിത്തെറിപ്പിച്ച് അങ്ങനെ മനസ്സിൽ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന വിധത്തിലാവരുത് നമ്മൾ പള്ളിയിലേക്ക് കയറേണ്ടത്. ഒരാൾ പള്ളിയിൽ കയറുമ്പോൾ ചെരുപ്പ് ഊരിയിടുന്നത് കണ്ടാൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി മനസ്സിലാക്കാമെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതകും ഫഅതിമ്മു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ഇമാമിനോടൊപ്പം ലഭിച്ചത് നിങ്ങൾ പൂർത്തീകരിക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഇമാമിനോടൊപ്പം ലഭിച്ചത് നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഇമാം സലാം വീട്ടിയ ശേഷം നിങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ് അതിൻ്റെ ആശയം. അപ്പോൾ പള്ളിയിലെത്തുമ്പോൾ സാവധാനം അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക, അല്ലാഹുവേ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലത് കാൽ വെച്ചാണ് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത്. പ്രവേശിക്കുമ്പോൾ സലാം ചൊല്ലുന്നത് അടുത്തിരിക്കുന്നവർ കേൾക്കുമാറ് നമസ്കരിക്കുകയോ സുന്നത്ത് നമസ്കരിക്കുകയോ
ദിക്റുകൾ ഉൾപ്പെടുകയോ ഖുർആൻ പാരായണം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാവാത്ത തരത്തിലാണ് സലാം ചൊല്ലി ആണ് നമ്മൾ കയറേണ്ടത്. അതുപോലെ വലാ തഹത് റഖാബുൻ നാസ്, ആളുകളുടെ കഴുത്തുകൾ കാൽക്കീഴിലാക്കാതെ, അഥവാ പിരടികളിലൂടെ ചാടിക്കടക്കാതെ, തോളുകളിലൂടെ ചാടിക്കടക്കാതെ കിട്ടിയ സ്ഥലത്ത് ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കണം എന്നത് നമ്മൾക്കറിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫൽയർക റകഅതൈൻ ഖബ്ല അയജ്ലിസ്. നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും പ്രവേശിച്ച ആളുകളോട് നമസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ആദ്യ സഫ് പൂർത്തീകരിച്ച് ഇരിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. 1ാമത്തെ സഫിന്റെയും ബാങ്ക് വിളിക്കുന്നതിന്റെയും ഒക്കെ കൂലി നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി മത്സരിക്കുമായിരുന്നു. നിങ്ങൾ അതിലേക്ക് നറുക്കിട്ട് തീരുമാനിക്കേണ്ടി വരുമായിരുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതാണ്. ഇന്നല്ലാഹ വ മലായികതുഹു യസല്ലൂന അലാ സഫിൽ അവ്വൽ, നിശ്ചയമായും അല്ലാഹും മലക്കുകളും ആദ്യ സഫിലുള്ളവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു. അഥവാ അല്ലാഹു മലക്കുകളോട് അഭിമാനപൂർവ്വം പറയുകയും മലക്കുകൾ നമ്മളെ ആശീർവദിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. മിഅ്റാജ് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോടൊപ്പം സ്വർഗത്തിൽ സഞ്ചരിക്കവേ മുന്നിലൊരു കാൽപരിമാറ്റം കേട്ട് ജിബ്രീലിനോട് ചോദിക്കുന്നത് ആരാണത് എന്ന്. നമ്മുടെ മുന്നിൽ പോകുന്ന ഒരാൾ ആരാണ്? അത് ബാങ്ക് കൊടുക്കുന്ന ബിലാലാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ബാങ്ക് കൊടുക്കുന്നതിന്റെയും പള്ളിയുടെയും ഒക്കെ സഫിന്റെയും ഒക്കെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. മാന്യതയും ഗംഭീരവുമായ ഒരു സദസ്സിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ ഉൾക്കൊണ്ടാൽ, എന്ന് മനസ്സിലാക്കിയാൽ ഇതൊന്നും നമുക്ക് പ്രയാസകരമാവില്ല. വളരെ കുറച്ചു പേർക്ക് ചാരിയിരിക്കേണ്ട ഒരവസ്ഥയും ക്ഷീണവും ഒക്കെ അവശതയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളവർ അത് ശീലമായി വിചാരിക്കുന്നത് കൊണ്ടോ അങ്ങനെയൊക്കെ മതി എന്നുള്ള ധാരണ കൊണ്ടോ ഒക്കെയാണ്, അല്ലെങ്കിൽ പിശാച് അവരുടെ മനസ്സിൽ അലസതയും ക്ഷീണവും ഒക്കെ തോന്നിപ്പിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മളൊക്കെ അങ്ങനെ ഇരുന്നു പോകുന്നത്. മജ്‌ലിസിന്റെ മഹനീയതയും മാന്യതയും മനസ്സിലാക്കിയാൽ ശാരീരത്വവും കോട്ടുവായയും ഒന്നും അധികം നമുക്കുണ്ടാവുകയില്ല. ഒരു ജില്ലാ കലക്ടറുടെ ചേംബറിൽ ഒരു 10-15 കസേരയുണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ആദ്യത്തെ അവിടെ പൂർത്തീകരിച്ച ശേഷമാണ് നമ്മൾ ഇരിക്കുക. വളരെ അതപോടും മര്യാദയോടും കൂടിയാണ് നമ്മൾ അവിടെ പോലും പെരുമാറുക. അവിടെ നമ്മൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയില്ല. ഇദാ തസാഅബ അഹദുക്കും ഫൽയുംസിക് ബിയദിഹി അലാ ഫീഹ്, ഒരാൾ തുമ്മുകയോ കോട്ടുവായ ഇടുകയോ ചെയ്യുകയാണെങ്കിൽ അത് അടക്കിപ്പിടിച്ച് കൈകൊണ്ട് അവൻ അത് അടക്കിപ്പിടിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏതായാലും നമ്മൾ ഈ 1/4 മണിക്കൂർ പള്ളിയിൽ ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ ജമാഅത്ത് നമസ്കാരത്തിന് വന്നാൽ ഒരു ചുരുങ്ങിയ സമയം അവിടെ ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഒരു നല്ല കാര്യത്തിനുമാണല്ലോ. അപ്പോൾ നമ്മളെ ഇരുത്തവും പ്രവൃത്തികളും എല്ലാം ഏറ്റവും വൃത്തിയിലും ഭംഗിയിലുമാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്. അതുപോലെ നമസ്കാരത്തിന് സഫ് നിൽക്കുമ്പോൾ ആദ്യം എത്തുന്നയാൾ ഇമാമിന്റെ വലതു ഭാഗത്താണ് നിൽക്കേണ്ടത്. പിന്നെ ഇമാമിന്റെ പിന്നിലാണ്. പിന്നെ വലതും ഇടതും മാറി മാറി ഇങ്ങനെ നിൽക്കണമെന്ന് ഇത് പറയുന്നത് സൂചിപ്പിക്കുന്നത് പല സ്ഥലത്തും. ഏതാണ്ട് ഒരു 3-4 ദിവസം മുന്നേ പോലും അതിന് ഉണ്ടായി. ഒരു ഭാഗത്ത് നോക്കുമ്പോൾ, ഇടത് ഭാഗത്ത് നോക്കുമ്പോൾ 6-7 ആളുകൾ, വലതു ഭാഗത്ത് 2 ആളുകൾ. അപ്പൊ ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഉൾക്കൊണ്ടാൽ പിന്നെ നമ്മൾ നമസ്കരിക്കാൻ വന്നാൽ അതനുസരിച്ചായിരിക്കണം നമ്മൾ നോക്കി ചെയ്യേണ്ടത്. മടമ്പുകാൽ ഒപ്പിച്ച് ഇരിക്കുന്നവർ കസാലയുടെ പിൻകാലുകൾ മറ്റു ആളുകളുടെ കാലുകളോട് ഒപ്പിച്ച് മടമ്പുകളോട് ഒപ്പിച്ചാണ് അവർ നിൽക്കേണ്ടതും ഇരിക്കേണ്ടതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ
തന്റെ സഖാക്കളോട് സംസാരിക്കവേ മലക്കുകൾ സഫ് നിൽക്കുന്നത് പോലെ നിങ്ങൾ സഫ് നിൽക്കുക എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് വിശദീകരിച്ചു കൊടുത്തു. വിടവില്ലാതെ ചേർന്ന് നിൽക്കുക. നമ്മുടെ ഇടയിൽ വിടവുണ്ടായാൽ പിശാച് അവിടെ കയറിയിരിക്കും, നമ്മിൽ പൈശാചികമായ ഭിന്നിപ്പുണ്ടാക്കും, മനസ്സകലമുണ്ടാക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. നമ്മൾക്കിത് വലിയ പ്രാധാന്യമായി തോന്നില്ലെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒന്നിലധികം പീജികളുള്ള ഒരു സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായി ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്ന് ഇസ്ലാമിനോട് ഒരു ഇമ്പം തോന്നാൻ നിങ്ങൾക്ക് എന്തായിരുന്നു കാരണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ തമ്മിലുള്ള മനസ്സെടുപ്പം, ഒരു കല്യാണ വീട്ടിലോ മരണ വീട്ടിലോ നിങ്ങൾ പരസ്പരം കാണിക്കുന്ന അടുപ്പമാണ് എന്നെ ആദ്യം ആകർഷിച്ചത് എന്നാണ്. നമുക്കത് ഫീൽ ചെയ്യൂല. പക്ഷേ നമ്മളെ മനസ്സിലാക്കുന്ന ആളുകൾ ഇതുപോലെയുള്ള ചില ട്രെയിനിങ്ങുകൾ കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പരിശീലിച്ചു വരുന്നത്. ഇനി പള്ളിയിൽ വരുമ്പോൾ ധരിക്കുന്ന വസ്ത്രം ഏറ്റവും വൃത്തിയും മാന്യതയും ഉള്ളതാവണം എന്നാണ് ശ്രദ്ധിക്കാനുള്ളത്. യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് എന്ന് തുടങ്ങി സൂറത്തുൽ അഅറാഫിലെ 31-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, ആദം സന്തതികളെ എല്ലാ മസ്ജിദുകളിലും നിങ്ങൾ നിങ്ങളുടെ അലങ്കാര വസ്ത്രം അണിയുക. ആദം സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് പറയുന്നതിന് മുമ്പ് ആദം സന്തതികളെ എന്ന് തന്നെ വിളിച്ചുകൊണ്ട് അതേ സൂറത്തിൽ നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങൾ മറക്കാനുള്ള വസ്ത്രവും നിങ്ങൾക്ക് അലങ്കാരത്തിനുള്ള വസ്ത്രവും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, അത് നൽകിയിരിക്കുന്നത് അള്ളാഹു ആണ് എന്ന് പറഞ്ഞ് വലിബാസു തഖ്വ ദാലിക ഖൈറുൻ, തഖ്വയാവുന്ന വസ്ത്രമാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞ്, അതുപോലെ യാ ബനി ആദം നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് പോലെ പിശാച് നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. അവർ ഇരുവരുടെയും ആദമിന്റെയും ഹവ്വയുടെയും ഗോപ്യസ്ഥാനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാനായി അവരിൽ നിന്ന് അവരുടെ വസ്ത്രം നീക്കിയപ്പോൾ ഇങ്ങനെ 2-3 സംഗതികൾ ആദം സന്തതികളെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിട്ടാണ് നിങ്ങൾ മസ്ജിദുകൾ കയറുമ്പോൾ അലങ്കാര വസ്ത്രം സ്വീകരിക്കണം എന്ന് സൂറത്തുൽ അഅറാഫിലെ 28-ാമത്തെ വചനത്തിൽ പറയുന്നത്. മറ്റൊക്കെ 26-ഉം 27-ഉം വചനങ്ങളിൽ അള്ളാഹു പറയുന്നതാണ്. അപ്പൊ ഇത് പറയുന്നതിൽ നിന്ന് ഇതിന്റെ പ്രാധാന്യം ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന്റെ പ്രാധാന്യം ദ്യോതിപ്പിക്കുന്നതാണ് ഈ പ്രസ്താവന. നഗ്നരോ അർദ്ധനഗ്നരോ ഒക്കെ ആയിക്കൊണ്ട് പ്രാർത്ഥിച്ചാലേ ഭക്തിക്കിണങ്ങൂ എന്ന് അന്നത്തെ ധാരണയും തിരുത്തുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഇന്നും ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചും ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ അനുമോദിക്കാൻ നോർത്ത് ഇന്ത്യയിൽ വന്നത് നഗ്നരായ സന്യാസിമാരാണ് എന്ന് ഈ ഉത്ഭുത കേരളത്തിൽ എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോ ഇതൊന്നും ഭക്തിയുടെ അടയാളമല്ല നഗ്നത എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊരു മന്ത്രിയുടെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു മന്ത്രിയുടെ MLA സദസ്സിലേക്ക് പോകുമ്പോൾ എത്ര മാന്യമായിട്ടായിരിക്കും വസ്ത്രം ധരിക്കുക. അള്ളാഹു നമ്മുടെ വസ്ത്രത്തിലേക്കും രൂപത്തിലേക്കും എന്ന് എല്ലാം രൂപത്തിലേക്കും അല്ല നോക്കുന്നതെങ്കിലും അള്ളാഹു പറഞ്ഞ ഇന്നല്ലാഹ ജമീലും വയുഹിബ്ബു ജമാല എന്ന് നമ്മൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുന്ദരനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ജമാഅത്ത് നമസ്കാരം തുടങ്ങുന്നത് വരെ നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് ഖുർആനിലോ ദിക്റിലോ ഒക്കെ ആയി നമ്മൾ പള്ളിയിൽ ഇരിക്കുന്നതും നമസ്കാരത്തെ പോലെ പ്രത്യേകതയുള്ളതാണ്, പുണ്യമേറിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും പള്ളിയുമായുള്ള ഇടപെടലും അവിടുത്തെ പെരുമാറ്റങ്ങളും മാന്യമായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊരു അമാനത്താണ്. ആവശ്യം കഴിഞ്ഞാൽ ഫാന് ലൈറ്റും ഒക്കെ ഓഫാക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു പറഞ്ഞു, വല്ലദീനഹും ലി അമാനതിഹിം വഅഹദിക്കും അമാനതിഹിം വഅഹദിഹിം റാഊൻ. നിങ്ങളുടെ അമാനത്തുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, അത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ ഇറങ്ങുമ്പോൾ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാൽ മുന്നിൽ വെച്ചാണ് നമ്മൾ ഇറങ്ങേണ്ടതെന്നും അല്ലാഹുമ്മ അസ്അലുക മിൻ ഫളിക, അല്ലാഹുവേ നിന്റെ ഔദാര്യത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കണമെന്നും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പള്ളിയിൽ വെച്ച് അതുപോലെ ഫുഡ് കഴിക്കാം, പക്ഷേ വൃത്തികേടാവരുത്. മുമ്പിലൂടെ നമസ്കരിക്കുന്നവരുടെ മുമ്പിലൂടെ നടക്കരുത്. അങ്ങനെ ഒരാൾ നടക്കുകയാണെങ്കിൽ അവനോട് യുദ്ധം ചെയ്യണം എന്നുള്ള രൂപത്തിലുള്ള ഒരു പദപ്രയോഗമാണ് ഹദീസിൽ നടത്തിയത്. അവനെ തള്ളാം. അതുപോലെ പള്ളി വഴിയാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലൊക്കെ താഴെ പൂഴിയും ഈന്തപ്പന ഓലകളും ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ ഒരു ഭാഗത്തുകൂടി കടന്ന് മറ്റേ ഭാഗത്തുകൂടി കടന്നു പോകുന്ന ഒരു വഴിയാക്കരുത് പള്ളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്.
അതുപോലെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബൈക്ക് ശേഷം സംസാരിച്ചിരിക്കുമായിരുന്നു. ചിലപ്പോൾ ജാഹിലിയ കാലത്തെ പണ്ടത്തെ വിഡ്ഢിത്തങ്ങളൊക്കെ പറഞ്ഞ് അവർ ചിരിക്കുമായിരുന്നു എന്നൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്ഥിരമായി പള്ളിയിൽ, എല്ലാ പള്ളിയിലും എത്തുന്ന ചില ആളുകളുണ്ട്. അവരെ കണ്ടില്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കും, ഇന്നാൾ എവിടെ പോയി, നാട്ടിലില്ലേ എന്ന്. മലക്കുകൾ അവരെ കുറിച്ച് അന്വേഷിക്കുമെന്നും അവർക്ക് രോഗമാണെങ്കിൽ അവരെ സന്ദർശിക്കുമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ സൗകര്യത്തിൽ തൗഹീദ് അനുസരിച്ച് നടക്കുന്ന ഒരു പള്ളിയിലാണ് ഇരിക്കുന്നത്. ഒരു കാലത്ത് ഈ നാട്ടിൽ ഇങ്ങനൊരു പള്ളി ഇല്ലാത്തതിന്റെ പേരിൽ വേദനിച്ചും പ്രാർത്ഥിച്ചും നടന്ന മുൻഗാമികൾ പലരും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഊഴമാണ്. ഇനി നമ്മളാണ് ചിലത് നടത്തേണ്ടത്. ബാങ്ക് വിളിക്കുന്നത് പോലുമുള്ള പ്രതിഫലം നമ്മൾ പറഞ്ഞു. പള്ളിയിൽ അടിച്ചു വാരുന്ന ഒരു സ്ത്രീ, അവരെ കാണാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചല്ലോ. അവരൊരു അടിമയായിരുന്നു, കരസ്ത്രീയായിരുന്നു, ഒരു കൂലിക്കാരിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് പറയാൻ സഹാബികൾ അത്ര ഗൗനിച്ചില്ല. അവരെവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കബർ കാണിച്ചു തരും. അവിടെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ അതുപോലും നമ്മൾ ഗൗനിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കണം. ചുരുക്കത്തിൽ എല്ലാ കാര്യത്തിലും ഇസ്ലാം ഒരു ശ്രദ്ധ, ജാഗ്രത, ഒരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ക്രമം പാലിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനി ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ മുന്നിലൊരു മറ വേണമെന്ന്, അതിനൊരു മുഴം എങ്കിലും വലിപ്പം വേണമെന്നൊക്കെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു തൂണാവാം, സ്റ്റൂളാവാം, കസേരയാവാം, ഇനി ഇതുപോലെയുള്ള വരകളാവാം. എന്താണോ നമ്മൾ മുന്നിൽ ഒരു മറയായി സങ്കല്പിക്കുന്നത് അതെങ്കിലും നമ്മൾ പാലിക്കണം. ചിലപ്പോൾ ഒരു ചുമരിന്റെ അടുത്ത്, ഒരു തൂണിന്റെ അടുത്തൊക്കെ നമസ്കരിക്കേണ്ടി വരും. ഒരു രണ്ട് വരികൾ തമ്മിലുള്ള അകലം 3 മുഴമാണ് എന്നൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പള്ളിയുടെ വൃത്തി, ഇത് ശമ്പളം കൊടുത്ത് നിയമിക്കപ്പെട്ട കൂലിക്കാരന് മാത്രം ചുമതല അല്ല, അവന്റെ ഉത്തരവാദിത്വം മാത്രമല്ല. ഒരു കാർപ്പറ്റിൽ നനഞ്ഞു പോകുന്നതിന്, അല്ലെങ്കിൽ ഒരു പള്ളിക്കാഷ്ടം എവിടെയെങ്കിലും കണ്ടാൽ, 8 കാലി വല കണ്ടാൽ ഇതൊക്കെ ക്ലീൻ ആകുന്നത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതിന് പകരം നമ്മൾക്ക് തന്നെ സാധിക്കേണ്ടതുണ്ട്. തുപ്പല് കണ്ടപ്പോൾ, ഒരാള് മിഹ്റാബിന്റെ അടുത്ത് തുപ്പല് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് അത് ചുരണ്ടുകയും, നിങ്ങള് അന്ന് മണ്ണാണല്ലോ താഴെ, ആ മണ്ണ് മാതിട്ട് തുപ്പിയിട്ട് അവിടെ മൂടിയിട്ടാൽ മതിയല്ലോ എന്നൊക്കെ നബി നിർദ്ദേശിക്കുകയും ചെയ്തതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ, അതിലൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മുടെ മാലിന്യങ്ങൾ പള്ളിയിൽ നമ്മൾ അവശേഷിപ്പിക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാളിൽ നമ്മുടെ മുഖത്ത് അത് കാണപ്പെടുമാറ്, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അത് കാണപ്പെടും. ആ മാലിന്യം നമ്മൾ പള്ളിയിൽ ഉപയോഗിച്ച തുപ്പലോ മാലിന്യങ്ങളോ അത് കാണപ്പെടുമാറ്, നമ്മുടെ മുഖത്ത് കാണപ്പെടുമാറ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നറിയിപ്പ്. സമറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു പള്ളി ഉണ്ടാക്കാനും അത് വൃത്തിയായി സൂക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതായി കാണാം. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹു പള്ളി വൃത്തിയായി സൂക്ഷിക്കുവാനും അവിടേക്ക് വരുമ്പോൾ സുഗന്ധം ഉപയോഗിക്കുവാനും ഞങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ ജമാഅത്ത് നമസ്കാരം വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്കറിയാം. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഉള്ളി തിന്നിട്ട് വായ കഴുകാത്തവൻ നമ്മുടെ ജമാഅത്തിൽ നിന്ന് അകന്നു നിൽക്കട്ടെ എന്ന്. ആളുകൾക്ക് നമ്മുടെ വിയർപ്പോ മറ്റു ദുർഗന്ധങ്ങളോ ഇടങ്ങറാവുന്ന ഒരവസ്ഥയും പള്ളിയിൽ കൂടാ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് ഏത് നിലക്കും ഇതൊക്കെ നമ്മുടെ മതി. ഓരോ കുട്ടിക്കും, ഓരോ സ്ത്രീക്കും, പുരുഷനും ഈ പള്ളിയുമായി ഉത്തരവാദിത്വമുണ്ട്. ഈ കാലഘട്ടം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടേതാണ്. നമ്മളാണ് സ്ഥാപിച്ച, പലരും മരിച്ചു പോയിട്ടുണ്ട്. ഇനി നമ്മളാണ് അത് പാലിക്കേണ്ടത്. ഏതൊരു കാര്യവും നിയ്യത്തും ലക്ഷ്യവും അനുസരിച്ചാണ് ഉണ്ടാവുക. അത് മാത്രമേ അവന്റെ ഓഹരിയായിട്ടുണ്ടാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പള്ളിയെ സമീപിക്കുമ്പോഴും നമ്മുടെ നിയ്യത്ത് എന്താണോ അതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ജമാഅത്ത് നമസ്കാരങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുക. രാത്രിയിൽ തപ്പിത്തടഞ്ഞു വരുന്നവന് നാളെ അള്ളാഹുവിന്റെ പ്രകാശം പരലോകത്തുണ്ടാവും എന്നൊക്കെ നബി പറഞ്ഞത് ജമാഅത്ത് നമസ്കാരങ്ങളുടെ ജാഗ്രത സൂചിപ്പിക്കുന്നതാണ്. പരസ്പര ബന്ധവും വിശ്വാസികളുടെ ശാക്തീകരണവും ഒക്കെ പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ടാവേണ്ടതാണ്, വികസിക്കേണ്ടതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹന്നാസ് ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉത്ബോധിപ്പിക്കുന്നു. അതികഠിനമായ ചൂട് കാലാവസ്ഥയിലാണ് നമ്മളുള്ളത്. സർക്കാരുകളും ആരോഗ്യ വകുപ്പുമൊക്കെ ഓതന്റിക്കായി പറയുന്ന മുന്നറിയിപ്പുകൾ പാലിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾക്ക് ബാധ്യതയുണ്ട്. കടുത്ത വരൾച്ച പലരും അനുഭവിക്കുന്നു. കുടിവെള്ളത്തിന്റെ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നത് നമ്മൾ കാണുന്നു. നമ്മൾ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഖുർആനിൽ അല്ലാഹു നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ആ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി ഔ അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ അത് മേഘത്തിൽ നിന്ന് ഇറക്കിയത് അല്ല നാമാണോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം സൂറത്തുൽ വാഖിയയിൽ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയും, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ നാം ചവർപ്പുള്ള ദുസ്വാദുള്ള ഉപ്പുവെള്ളമാക്കുമായിരുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകൾ കുടിക്കാനും കുളിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഒക്കെ വെള്ളത്തിന് കഷ്ടപ്പെടുന്നു. വെള്ളം ലഭിക്കുന്നവർക്ക് അതിന്റെ വില പലപ്പോഴും മനസ്സിലാകുന്നില്ല. വിവാഹത്തിനും പാർട്ടികളും ഒക്കെ വെള്ളം വേസ്റ്റ് ആക്കുന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരു വലിയ അനുഗ്രഹമാണ് ജലം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് അത് അത്യാവശ്യമാണ്. ഭക്ഷണമില്ലാതെ കുറെ നാളുകൾ നമുക്ക് ചിലപ്പോൾ ജീവിക്കാൻ കുറെ നാളുകളെങ്കിലും നമുക്ക് ജീവിക്കാൻ സാധിച്ചേക്കും. എന്നാൽ വെള്ളമില്ലാതെ ഏതാനും ദിവസം പോലും നമുക്ക് സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജന്തുമൃഗാദികളും സസ്യലതാദികളും ഒക്കെ ജലത്തെ ആശ്രയിച്ചാണ് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. ശരിക്ക് പൈപ്പുകൾ പൂട്ടാതെയും പൊതുവെടുക്കുമ്പോഴൊക്കെ ഫുൾ സ്പീഡിൽ പൈപ്പുകൾ തുറന്നുമൊക്കെ കാല് കഴുകാൻ എത്ര പാട്ട വെള്ളമാണ് ചിലർ ഉപയോഗിക്കാന്നറിയോ. അങ്ങനെ ടാങ്കുകൾ നിറഞ്ഞൊഴുകിയും ഒക്കെ നമ്മൾ പാഴാക്കുന്ന വെള്ളത്തിനെ കുറിച്ച് നമ്മൾ ചോദിക്കപ്പെടും എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഭൂമിയിൽ 3 പേരിൽ ഒരാൾക്ക് മതിയായ വെള്ളം കിട്ടുന്നില്ല എന്നാണ്. 100 കോടി ജനക്ഷാമം അനുഭവിക്കുന്നു എന്നാണ്. ജലജന്യ രോഗങ്ങൾ അവർക്ക് പിടിപെടുകയും 30 ലക്ഷത്തോളം ആളുകൾ മരിക്കുകയും ചെയ്യുന്നു എന്നാണ് കണക്ക്. നമ്മൾ പുഴകളും തോടുകളും ഒക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് മലിനമാക്കുന്നതിൽ ചിലരെങ്കിലും പെട്ടുപോകുന്നുണ്ട്. 80 രാജ്യങ്ങളിൽ മതിയായ കുടിവെള്ളമില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ലോകത്ത് പകുതി പേരും മതിയായ വെള്ളം കിട്ടുന്നില്ല എന്നും പഠനങ്ങൾ തുറന്നു പറയുന്നു. മഴ കൊണ്ടും തോടുകളും നദികളും കൊണ്ടും അനുഗ്രഹീതമായ കേരളത്തിൽ പോലും ജലക്ഷാമം അനുഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു പറഞ്ഞു, ആകാശത്ത് നിന്ന് ഒരു നിശ്ചിത അളവിൽ ജലം ചൊരിഞ്ഞു തരികയും എന്നിട്ട് അതിനെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതാക്കുകയും ചെയ്തു നാം. തുടർന്ന് അള്ളാഹു പറയുന്നത്, അത് വറ്റിച്ചു കളയാനും ഞാൻ ശക്തനാണ് കേട്ടോ എന്ന്. അപ്പോ വെള്ളം കോരുമ്പോ ആ കിണറ്റിലേക്ക് നോക്കിയാൽ അൽഹംദുലില്ലാ മനസ്സറിഞ്ഞ് പറയാൻ, നമ്മൾ ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുമ്പോൾ അത് ലഭിച്ചല്ലോ എന്നൊരു ശുക്ർ അള്ളാഹുവിന് നൽകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഖുൽ അറഅയ്തും അൻ അസ്ബാ മാഅകും ഔറൻ ഫമൻ യഅതികും ബിമാഇൻ മഈൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ഉറവ് ജലം കൊണ്ടുവന്ന് തരിക? ഈ ഒഴുകുന്ന ഉറവ് ജലം നിങ്ങൾക്ക് വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് തരുമോ? അതുകൊണ്ട് ആർക്കും അതിനൊന്നും സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഉള്ള വെള്ളത്തെ അനുഗ്രഹമായി മനസ്സിലാക്കി അമിതമാക്കാതെ മിതത്വ ബോധത്തോടുകൂടിയും സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കേണ്ട ഒരു രീതിയാണ് നമ്മൾ ശീലിക്കേണ്ടത്. ഉപേക്ഷിക്കപ്പെട്ട കുളം, കിണറുകള്, തോടുകളൊക്കെ നന്നാക്കാനൊക്കെ നമ്മുടെ ശ്രമദാനം ഉണ്ടാവണം. ആവശ്യത്തിനല്ലാതെ മുറ്റത്ത് വെള്ളം കുടിക്കാത്ത തലത്തിലുള്ള കോൺക്രീറ്റ് ഇടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മേൽക്കൂരയിൽ മഴവെള്ളം സംഭരിക്കാൻ സാധിക്കുന്നവർ സംഭരിച്ച് മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നവർ അതിൽ ശ്രദ്ധിക്കണം.
പറമ്പിൽ മഴക്കുഴികള്, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് ആവശ്യത്തിനല്ലാതെ വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കാതെയൊക്കെ ഒരു ശ്രദ്ധ വിശ്വാസിയുടെ ഭാഗത്തുണ്ടാവേണ്ടതുണ്ട്. നമ്മളെ കിണറിൽ വെള്ളമുണ്ടെങ്കിൽ അത് മറ്റ് ആവശ്യക്കാരെ കൂടി അതിൽ പരിഗണിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീയും വെള്ളവും സസ്യ തൈകളുമൊന്നും നിങ്ങൾ മറ്റുള്ളവർക്ക് തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചൂടിന്റെ ശമനത്തിന് വേണ്ടി, അത് സൂര്യാതപം ഏൽക്കാതെ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം നരകത്തീയുടെ ശിക്ഷയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരുക. അള്ളാഹു നമ്മെ നരകശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവന്റെ അനുഗ്രഹമായ മഴ ആവശ്യമായ അളവിലും ആവശ്യമായ സമയത്തും നമുക്ക് അവൻ ലഭ്യമാക്കി തരുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും കച്ചവടത്തിലും കൃഷിയിലും ജോലിയിലും പഠനത്തിലും ഒക്കെ അള്ളാഹു ഹൈറും ബർക്കത്തും ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.